ഹായ് ടീച്ചേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന ഇൻ സർവീസിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കേറ്ററ്റിന്റെ പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എറിക് എറിക്സന്റെ, നമുക്കറിയാം കേട്ടിട്ട് കാറ്റഗറി 1, 2, 3, 4 ഏത് കാറ്റഗറി ആണെങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൈക്കോളജി വിഭാഗത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. എറിക് എറിക്സൺ ഒരു ജർമ്മൻ ബോൺ ആയിട്ടുള്ള ഒരു അമേരിക്കൻ സൈക്കോ അനലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു തിയറിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു എഡ്യൂക്കേഷനിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം പറയുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത് സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ സാമൂഹിക ഇടപഴകലിലൂടെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് എറിക് എറിക്സൺ പറയുന്നത്. ഇതുപോലെ നമുക്ക് വേറൊരു തിയറിയും കൂടി ഉണ്ട്, സൈക്കോ അനലിറ്റിക് തിയറി. അത് ആരുടേതായിരുന്നു? ഫ്രോയിഡിന്റെ ആണ് സൈക്കോ അനലിറ്റിക് തിയറി. എറിക്സൺ പറയുന്നത് നമ്മുടെ ലൈഫ് ടൈമില് ഓരോ സ്റ്റേജസ് ഉണ്ട്, അദ്ദേഹത്തിന് അതിന് 8 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എറിക് എറിക്സൺ പറയുന്നത് ഈ 8 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഫുൾ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഈ ഓരോ ഘട്ടത്തിലും ഒരാള് ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റിനെ മറികടന്നാലാണ് അയാൾക്ക് ഈഗോ ക്വാളിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ്, ഈച്ച് സ്റ്റേജ് ഇൻവോൾവ്സ് എ സൈക്കോ സോഷ്യൽ ക്രൈസിസ് ഓർ ടേണിംഗ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ഓരോ ഘട്ടത്തിലും, നമ്മുടെ ലൈഫിലെ ഓരോ ഘട്ടത്തിലും നമുക്കൊരു ക്രൈസിസ് ഉണ്ടാവുന്നുണ്ട്. ആ ക്രൈസിസിനെ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ? ഈഗോ ക്വാളിറ്റി അല്ലെങ്കിൽ ഈഗോ സ്ട്രെങ്ത് ലഭിക്കുകയുള്ളൂ. ദ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സക്സസ്ഫുൾ റെസൊല്യൂഷൻ ലീഡ്സ് ടു ഈഗോ സ്ട്രെങ്ത്. ഈ ഒരു ക്രൈസിസ് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? നമുക്ക് ഈഗോ സ്ട്രെങ്ത് ലഭിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ 8 സ്റ്റേജസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റേജ് 1, സ്റ്റേജ് 2 അങ്ങനെ 8 സ്റ്റേജ് ഉണ്ട്. അതിലെ ഫസ്റ്റ് 1, 2 സ്റ്റേജുകൾ ഏർലി ചൈൽഡ്ഹുഡിലാണ് കാണുന്നത്. ഏർലി ചൈൽഡ്ഹുഡിൽ കാണുന്ന സ്റ്റേജസ് ആണ് സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. അതിൽ പറയുന്നത് നമ്മൾ ജനിച്ചത് മുതൽ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്കുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം. മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിശ്വാസം. വിശ്വാസം വേഴ്സസ് അവിശ്വാസം. അപ്പോ വിശ്വാസം വേഴ്സസ് അവിശ്വാസം. ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു ജനിച്ച് വീണ ഒരു കുട്ടി, ഈ ഒരു കുട്ടിക്ക് നമ്മളെ പ്രൈമറി കെയർ ഗീവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമ്മുടെ പാരന്റ്സ് തന്നെ അല്ലെ. അപ്പൊ ഈ മാതാപിതാക്കള് കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യണം. ഇപ്പൊ കുട്ടിക്ക് വിശക്കാണ്, അപ്പൊ വിശക്കുമ്പോ കുട്ടി ആരോടാ ചോദിക്കുക? കുട്ടിയുടെ പാരന്റ്സിനോടാണ് ചോദിക്കുക. അപ്പോ കുട്ടിയുടെ ആ ബേസിക് നീഡുകൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, കുട്ടിക്ക് എന്താണ്? കുട്ടിക്ക് അവിടെ ഒരു വിശ്വാസം വന്നു, എനിക്ക് വിശന്നു കഴിഞ്ഞാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു വിശ്വാസം കുട്ടിക്ക് രൂപപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനുകളിൽ, കുട്ടിക്ക് ഫുഡ് കിട്ടാത്ത സിറ്റുവേഷൻ ആണ്, കുട്ടിയുടെ കെയർ ഗീവേഴ്സ് കുട്ടിയെ ശ്രദ്ധിക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവുന്നത് മിസ്ട്രസ്റ്റ് ആയിരിക്കും. ലോകത്തോട് ഒരു അവിശ്വാസം കുട്ടി ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ എന്താണ് ഫോക്കസ്? റിലയബിലിറ്റി ഓഫ് കെയർ ഗീവേഴ്സ് ആണ്. അവിടെ വരുന്ന വെർച്യു ആണ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്ന വെർച്യു ആണ് അവിടെ കുട്ടിക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് 2 നോക്കൂ. സ്റ്റേജ് 2 ഓട്ടോണോമി വേഴ്സസ് ഷെയിം അല്ലെങ്കിൽ ഡൗട്ട്. ഇത് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഈ ഒരു സ്റ്റേജ് പറയുന്നത്. ഈ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, കുട്ടികൾ എല്ലാതും സ്വയമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്യാൻ, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ എല്ലാം സ്വന്തമായി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം കുട്ടിയിൽ ഉണ്ടാവുന്നു. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഓട്ടോണോമിയാണ് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാവുന്നു. ഇല്ലെങ്കിൽ ആ കുട്ടി ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഡിസ്കറേജ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുക? ഷെയിം അല്ലെങ്കിൽ ഡൗട്ട്, സെൽഫിൽ ഒരു ഡൗട്ട് ഉണ്ടാവും കുട്ടിക്ക്. ഇപ്പൊ ചെറിയ കുട്ടികൾ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ സ്വന്തമായിട്ട് ഷൂ ഇടാനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയെ എൻകറേജ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? കുട്ടിക്ക് അത് ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നാ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയെ ആ സമയത്ത് എൻകറേജ് ചെയ്യാതെ ഡിസ്കറേജ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടിക്ക് സംഭവിക്കുക? അതെ, കുട്ടിക്ക് സ്വന്തം കഴിവുകളിൽ സംശയം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നു. അതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ. ഒരു 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ കുട്ടിക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യുക? ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആണ് ഉണ്ടാകുന്നത്. ഇവിടെ വെർച്യു എന്ന് പറയുന്നത് വിൽ ആണ്, ഇച്ഛാശക്തിയാണ്.
അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജുമാണ്. ഏർലി ചൈൽഡ്ഹുഡിലാണ് ഈ രണ്ട് സ്റ്റേജുകളും കാണുന്നത്. ജനിച്ചത് മുതൽ 3 വയസ്സ് വരെയാണ് ഈ ഒരു സ്റ്റേജ് പറയുന്നത്. അതിൽ സ്റ്റേജ് 1 പറയുന്നത് എന്താണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആരെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ അമ്മയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അമ്മേനെ നമുക്ക് വിശ്വാസമാണ്, ട്രസ്റ്റ് ആണ് അവിടെ. അങ്ങനെ ആലോചിച്ച് കണക്ട് ചെയ്ത് നമ്മൾ വെക്കുക. രണ്ടാമത്തത് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടി എല്ലാം സ്വയമായി ചെയ്യാനാണ് തുടങ്ങുന്നത്. ആദ്യം നമ്മൾ അമ്മയെ വിശ്വസിച്ചു, അമ്മയിൽ ഡിപ്പെൻഡ് ചെയ്തു, പിന്നെ നമ്മൾ സ്വയമായി ചെയ്യാൻ തുടങ്ങുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ആണ് ഉണ്ടാവുന്നത്. അടുത്തത് 3ാമത്തെ സ്റ്റേജും 4ാമത്തെ സ്റ്റേജും നമ്മൾ സ്കൂൾ ഏജുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. അതായത് ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഒരു സ്റ്റേജും, സ്കൂളിൽ പോകുന്ന ആ ഒരു കാലഘട്ടം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അടുത്ത സ്റ്റേജുമായി പഠിച്ചു വെക്കുക. അതില് സ്റ്റേജ് 3 വരുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ആണ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കളികളിലൂടെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് കുട്ടിയെ നമ്മൾ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യുക? ഇനീഷ്യേറ്റീവ് ഡെവലപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഗിൽട്ട് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഗിൽട്ട് അല്ലെങ്കിൽ എന്താണ്? ഗിൽട്ട് അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പുതിയ കാര്യങ്ങൾ തുടങ്ങൽ അല്ലെങ്കിൽ കുറ്റബോധമാണ് ഉണ്ടാകുന്നത്. അപ്പൊ കുട്ടി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അല്ലെ? പുതിയ കളികളിലൂടെ കുട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് കുട്ടിയെ എന്ത് ചെയ്യണം? നമ്മൾ എൻകറേജ് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് എന്താ ഉണ്ടാവുള്ളൂ? ഇനീഷ്യേറ്റീവ് ഉണ്ടാവുള്ളൂ. ഇവിടെ വെർച്യു ആയിട്ട് വരുന്നത് പർപ്പസ് ആണ്. സ്റ്റേജ് 4, 4ാമത്തെ സ്റ്റേജ് വരുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഈ 6ാം വയസ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലേക്ക് കുട്ടിയെ ആക്കുന്ന ഒരു ഏജ് ആണ്. നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ കുട്ടിയെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഈ ഒരു സമയത്ത് സ്കൂളിൽ ചെന്നിട്ട് കുട്ടി ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? കുട്ടികളെ കഴിവൊക്കെ കുട്ടി പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പാട്ടിലാവട്ടെ, എഴുത്തിലാവട്ടെ, ചിത്രം വരയിലൂടെ ആവട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ആവട്ടെ, കുട്ടി കളിക്കുന്നതിലൂടെ ആവട്ടെ, എന്ത് തന്നെ ആയാലും അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടിയുടെ കഴിവാണ്. ആ കഴിവിനെ കുട്ടി പുറത്തെടുക്കുന്ന സമയത്ത് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചാൽ ഇൻഡസ്ട്രി ഈസ് ഡെവലപ്ഡ്, വിച്ച് മീൻസ് ആ കുട്ടിക്ക് ഉന്മേഷം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അപകർഷതാബോധമാണ് ഉണ്ടാവുന്നത്. അപ്പോ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ് ഈ ഒരു 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റ് എന്ന് ആലോചിച്ച് വെക്കുക. നമുക്ക് കേട്ടിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തിയറീസ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ ഫോക്കസ് ഏരിയാസ് വ്യത്യാസമായിരിക്കും. ഇപ്പോ എറിക് എറിക്സൺ പറയുന്ന കാര്യങ്ങള് ഒരു പ്രൈമറി ടീച്ചർക്ക് ഏത് സ്റ്റേജ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവുക? യെസ്, ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർക്കാണെങ്കിൽ ഈ സ്റ്റേജ് 4 ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഇനിയിപ്പോ കേട്ടറ്റ് 3 എഴുതുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏരിയ ഏതാണ്? അത് വരുന്നതേ ഉള്ളൂ അല്ലെ? അവരുടെ ഏജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ്, UP സ്കൂൾ ടീച്ചേഴ്സ് ഈ ഒരു സ്റ്റേജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന സ്റ്റേജ് നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കേട്ടറ്റിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റേജ് 1, 2 മുൻപ് സ്ലൈഡിൽ പറഞ്ഞു. ഇപ്പൊ 3 and 4 ആണ് പറഞ്ഞത്. പ്ലേ ആൻഡ് സ്കൂൾ ഏജിലാണ് ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജസ് വരുന്നത്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് 5ാമത്തെയും 6ാമത്തെയും സ്റ്റേജ് ആണ് അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടികൾക്കും യങ് അഡൾട്ട്ഹുഡിലും കാണുന്നത്. സ്റ്റേജ് 5 വരുന്നതാണ്. കേട്ടിട്ട് 3 കാറ്റഗറി എഴുതുന്ന ടീച്ചേഴ്സ് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്ത് പഠിച്ചോളൂ. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മിക്കവാറും എറിക് എറിക്സന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചാൽ കേട്ടിട്ട് 3 എഴുതുന്ന ടീച്ചേഴ്സിന് ഇതാണ് ഉത്തരമായിട്ട് വരിക. കേട്ടിട്ട് 2നും മിക്കവാറും ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആയിരിക്കും. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ഈ ഒരു കൗമാര പ്രായത്തില് ഞാൻ ആരാണ്, എന്താണ് എന്റെ ഐഡന്റിറ്റി, ബോയ് ആണോ ഗേൾ ആണോ, വേറെ ഏതെങ്കിലും സെക്സിൽ പെടുന്ന ആളാണോ ഞാൻ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ അഡോളസെന്റ് സ്റ്റേജ് അല്ലെങ്കിൽ കൗമാരപ്രായം എന്ന് പറയുന്നത്.
ഈ ഒരു അവസരത്തിൽ കുട്ടി സ്വന്തം വ്യക്തിത്വം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ കുട്ടികൾ റോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. കുട്ടികൾ ആകെ ഒരു കൺഫ്യൂഷനിലെത്തി. എന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കൺഫ്യൂഷനിലേക്ക് കുട്ടി പോകുന്നു. അതാണ് റോൾ കൺഫ്യൂഷൻ. സോ ഡെവലപ്പിംഗ് എ പേഴ്സണൽ ഐഡന്റിറ്റി ആൻഡ് സെൻസ് ഓഫ് സെൽഫ്, സ്വന്തം വ്യക്തിത്വം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 6ാമത്തെ സ്റ്റേജ് വരുന്നത് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഏർലി അഡൾട്ട്ഹുഡിൽ ഒരു 25 വയസ്സ് ആ ഒരു പ്രായം ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ സംഭവിക്കുന്നത്. ഇവിടെ വരുന്ന കോൺഫ്ലിക്റ്റ് അതാണ്. ഇന്റിമസി ലവ് ആണ് ഇവിടെ മെയിൻ ആയിട്ട്, അല്ലെ? ആ ഒരു ലവ് കണ്ടെത്താൻ അവർക്ക് സാധിച്ചാല് അവർക്ക് ഇന്റിമസി ഉണ്ടാവും. മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നു. ഇല്ലെങ്കിൽ, ആ ഒരു ലവ് കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവര് ഐസൊലേഷനിലേക്ക് പോകുന്നു, അഥവാ അവർ ഒറ്റപ്പെട്ടു പോകുന്നു. ഈ ഒരു ഏജിൽ ഉണ്ടാവുന്നു ഫോമിംഗ് ലവ്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കുന്നു അതർ പീപ്പിൾ, അല്ലെ? ഇവിടെ വരുന്ന വേർച്യു ലവ് ആണ്. ഇനി പറയുന്നത് ലാസ്റ്റ് രണ്ട് സ്റ്റേജസ് വരുന്നത് ഒന്ന് അഡൾട്ട്ഹുഡും ഓൾഡ് ഏജിലും വരുന്നതാണ്. ഇവിടെ സ്റ്റേജ് 7 എന്താ സംഭവിക്കുന്നത്? ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഇവിടെ ജനറേറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുത്തൊരു ജനറേഷനെ ഉണ്ടാക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ജനറേറ്റിവിറ്റിയിൽ ഉണ്ടാവുന്നത്. എന്നാൽ അത് പരാജയപ്പെട്ടു പോയാലോ ആകെ ഒരു സ്തംഭിച്ച അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതാണ് സ്റ്റാഗ്നേഷനിൽ സംഭവിക്കുന്നത്. അതാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഇവിടുത്തെ വെർച്വു ആയിട്ട് വരുന്നത് എന്താണ്? കെയർ ആണ്. ഈ ഒരു സമയത്താണ് നമുക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെ? അതാണ് നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുന്ന ഒരു ഏജ് ആണ് ഈ ഒരു അഡൾട്ട്ഹുഡ്. നെക്സ്റ്റ് സ്റ്റേജ് 8, അവസാനത്തെ സ്റ്റേജ് ആണ് എറിക് എറിക്സന്റെ 8 സ്റ്റേജിൽ അവസാനത്തെ സ്റ്റേജ് ആണ് ഇപ്പൊ പറയുന്നത്. ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആണ്, അല്ലെങ്കിൽ ലേറ്റ് അഡൾട്ട്ഹുഡിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച്. ആ ഒരു സമയത്ത് നമുക്ക് തൃപ്തിയാണ് തോന്നുന്നത്. ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്റെ നല്ല പ്രായത്തിൽ ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ നന്നായി എന്ന തോന്നലാണ് നമുക്ക് ഉണ്ടാവുന്നത് എങ്കിൽ അവിടെ ഈഗോ ഇന്റഗ്രിറ്റി ആണ് ഉണ്ടാകുന്നത്. ഈഗോ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ സംതൃപ്തിയാണ് ഉണ്ടാവുന്നത്. അതല്ല, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ മോശമായിരുന്നു എന്ന തോന്നലാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നമുക്ക് നിരാശ അല്ലെങ്കിൽ ഡിസ്പയർ ആണ് ഉണ്ടാവുന്നത്. ഇവിടെ വരുന്ന വെർച്യു വിസ്ഡം ആണ്. ലൈഫ് റിഫ്ലക്ഷൻസ് ആണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ എറിക് എറിക്സന്റെ തിയറിയിൽ വരുന്ന 8 സ്റ്റേജസുകൾ പഠിച്ചു കഴിഞ്ഞു. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ഞാൻ പറഞ്ഞു തന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടറ്റ് 3 കാറ്റഗറി 2 എന്നിവര് പഠിച്ചിരിക്കേണ്ട സ്റ്റേജ് ഏതാണ്? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. അവിടെ വരുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കുട്ടികൾ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സ്റ്റേജ് ആണത്. അതിന് പറ്റിയില്ലെങ്കിൽ അവർക്ക് റോൾ കൺഫ്യൂഷൻ, അവരുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഒരു സംശയം, ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇനി പ്രൈമറി സ്റ്റേജുകളിലാണ് നിങ്ങൾ കേട്ടറ്റ് എക്സാം എഴുതുന്നത്, കേട്ടറ്റ് കാറ്റഗറീസ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ള സ്റ്റേജ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഈ 2 സ്റ്റേജിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന ആൻസറുകൾ എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് 2 ചോദ്യങ്ങൾ ആഡ് ചെയ്യാം. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഒക്കർ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്? ഓപ്ഷൻ എ ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, സി അഡോളസൻസ്, ഡി അഡൽട്ട്ഹുഡ്. ഏതിലാണ്? നമുക്കറിയാം ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, അത് അഡോളസൻസ് സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. ഏജ് കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. 12 മുതൽ 18 വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എറിക്സൺ യൂസസ് ദ ടേം ഇൻഡസ്ട്രി ടു റെഫർ ടു. ഇൻഡസ്ട്രി എന്ന ആ ഒരു ടേം റെഫർ ചെയ്യുന്നത് ഏത് സ്റ്റേജിനെയാണ്? എ ഹാർഡ് വർക്ക് ഇൻ ജോബ്, കോമ്പിറ്റൻസ് ഇൻ സ്കൂൾ റിലേറ്റഡ് ടാസ്ക്സ്, ക്രിയേറ്റിവിറ്റി ഇൻ ആർട്സ്, സോഷ്യൽ ഇന്ററാക്ഷൻ. ഏതാ വരുന്നത്?
നമ്മൾ പറഞ്ഞു സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏജിലാണ് നമ്മൾ അത് പഠിച്ചത് അല്ലെ. അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കോമ്പിറ്റൻസ് ഇൻ സ്കൂൾ റിലേറ്റഡ് ടാസ്ക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The virtue associated with the stage trust versus mistrust is. Trust versus mistrust എന്നുള്ള ആ ഒരു സ്റ്റേജിൽ വരുന്ന വെർച്യു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ഹോപ്പ് ആണ് അല്ലെ. ഓപ്ഷൻ സി ഹോപ്പ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.